ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷു കളക്ഷൻസ് ആണ്. ഇതാ കണ്ടോ. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ഇനി വിഷു കളക്ഷൻ വരുന്നുണ്ടോ അതോ തീർന്നോ എന്നൊക്കെ. അപ്പം നമുക്ക് ഈ ഒരു പാർട്ടും കൂടെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് വേറൊരു വിഷു സ്പെഷ്യൽ വീഡിയോ കൂടെ ഉണ്ട്. അത് കൂടാണ്ട് സെറ്റ് മുണ്ടിൻ്റെ ഒരു കളക്ഷനും കൂടെ വരും കേട്ടോ, വളരെ കുറച്ച്. അപ്പോൾ ഇന്ന് അടിപൊളി കളക്ഷനാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സാരീസും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് പെയിൻറ് ചെയ്ത നല്ല പ്യുവർ കേരള കോട്ടണിൽ ഹാൻഡ് പെയിൻറ് ചെയ്ത സാരീസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും ലിമിറ്റഡ് പീസാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. വീഡിയോ കോൾ ആയിട്ടും വോയിസ് കോൾ ആയിട്ടും നോർമൽ കോൾ ആയിട്ടും ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സാരീസ് ആയിട്ട് കണ്ടു നോക്കിയാലോ. കണ്ടോ, നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. കണിക്കൊന്നയ്ക്ക് പകരം ഒരു നല്ല ഭംഗിയുള്ള ഒരു സൂര്യകാന്തി ആ ഒരു പാറ്റേൺ പോലെ തോന്നും. ഫ്ലോറലാണ് ഫുൾ വരുന്നത്. ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള സാരി, കൈ കൊണ്ട് കലാകാരന്മാർ ചെയ്തെടുക്കുന്നതാണ്. പ്യുവർ കേരള കോട്ടൺ സാരിയാണ്. ഇതേപോലെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരും. ഇതിലുള്ള ആ ഒരു ഡിസൈനിന്റെ കളർ സൈഡിൽ ഇതാ ഒരു യെല്ലോ ബീഡിങ്ങും വരും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് പല്ലു പോർഷൻ. നല്ല ഭംഗിയായിരിക്കും. വള്ളയറിലിട്ടാലും ഞൊറിഞ്ഞെടുത്താലും ഒക്കെ സൂപ്പറായിരിക്കും. ഇതേപോലെ വലിയൊരു കസവ് വരുന്നുണ്ട്. പിന്നെ ബോർഡേഴ്സിൽ ഇതേപോലെ വരുന്നത് കേട്ടോ. ഉണ്ടോ, ത്രൂ ഔട്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സിൽ ഇതേപോലെ വരും. ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്രൗഡഡ് ഫീലിംഗും ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, ചെസ്റ്റ് പോർഷനിലൊക്കെ ഇതേപോലെ വരിക. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോരോ ഫ്ലവർ വരും. ഇപ്പൊ നമ്മൾ ഞൊറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ്. പല്ലു ഇങ്ങനെ വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ്. ഈ ഒരു ബോർഡർ മാത്രം വരുന്ന ബ്ലൗസാണ്. പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ഒരു വിത്ത് ബ്ലൗസ് ഇട്ടാലും കുഴപ്പമില്ല. ഈ ഒരു യെല്ലോ കളർ ബ്ലൗസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്ലാസ് എലഗൻ ലുക്കുള്ള സാരിയാണ്. ഇതാണ് പല്ലു പോർഷൻ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1350, 1350 ആണ്. ലിമിറ്റഡ് പീസാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അവൈലബിൾ ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പം നമ്മൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഉടനെ തന്നെ പേയ്മെന്റ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരുമ്പോഴാണ് ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആദ്യം പേയ്മെന്റ് വരുന്നവർക്ക് അത് സോൾഡ് ഔട്ട് ആവും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് ഒരു അടിപൊളി സാരിയാണ് കേട്ടോ. നമ്പർ 2 ആണ്. ഇതും ഹാൻഡ് പെയിന്റഡ് സാരി തന്നെയാണ്. നല്ല ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. ഇതേപോലെ ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ബോർഡേഴ്സിൽ ഇതേപോലെ ഒരു പിങ്ക് കളർ ലോട്ടസ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ആ ഒരു പിങ്ക് ബീഡിങ് പോലെ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് തിൻ ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയാണ്. ഹാൻഡ് പെയിന്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ വാഷൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഡ്രൈ ക്ലീൻ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അതേപോലെ സൂക്ഷിച്ചാൽ മതി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാസ് പീസുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആൾക്കൂട്ടത്തിൽ ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർബായിരിക്കും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള പല്ലു. ഇവിടെ ഒരു ടെമ്പിൾ പാറ്റേണിൽ അതും ഇതേപോലെ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ വലിയ സാരി കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും. അതേപോലെ ഈ ഒരു ബോർഡറിലും വരും. കണ്ടോ, നിറഞ്ഞു കൊടുത്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. നമുക്ക് ഓഫീസിലൊക്കെ സ്പെഷ്യൽ ഒക്കേഷന്, അതായത് വിഷുവിനാണെങ്കിലും അല്ലെങ്കിൽ വിഷുവിന് കൊടുക്കാനോ എങ്ങനെ വേണമെങ്കിൽ സ്റ്റാർ ആവാൻ പറ്റിയ സംഭവമാണ്. ഇതിനും ബ്ലൗസ് പ്ലെയിനാ വരുന്നത്. പക്ഷെ ഇതിന്റെ കൂടെ ഈ ഒരു പിങ്ക് കളർ ബ്ലൗസ് ഇടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പ്യുവർ കേരള കോട്ടൺ ആണ്. നമുക്കിത് ഉടുക്കാൻ ഈ ഒരു സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. വിഷുവിനായിട്ടോ അല്ലെങ്കിൽ ഇനി ഓണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെഡ്ഡിങ് പരിപാടിയൊക്കെ ഉണ്ട്, പുടവ കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസമോ അങ്ങനെയൊക്കെ ഉടുക്കാനൊക്കെ ആയിട്ട് സൂപ്പറാണ്. ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ.
റേറ്റ് വരുന്നത് 1350, 1350. ഇനി അടുത്ത സാരി കാണാം. ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ വർക്ക് വരുന്നത്. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതും ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള സാരിയാണ്. കളർഫുൾ ആയിട്ടുള്ളത് വേണം എന്നുള്ളവർക്ക് പറ്റിയ സംഭവമാണ്. പക്ഷേ ഇതിന്റെ പല്ലു പോർഷൻ മാത്രമാണ് ഇത്രയും ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു വിഷുവിന്റെ ഒരു ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന പല്ലുവാണ്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബോഡി പോർഷൻ കാണാനാണ് സൂപ്പർബ് ആയിട്ടുള്ളത്. ഇതാ കണ്ടോ ഇങ്ങനെയാ വരിക കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ വരിക. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓറഞ്ച് കളറ് ഇവിടെ വരുന്നുണ്ട്, ബീഡിങ് പോലെ. ഞൊറിഞ്ഞൊക്കെ കൊടുത്തു വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. പല്ലു ഇങ്ങനെ വരും കേട്ടോ. ഇത് കൊടുത്തുപോയ ഒരു സ്പെഷ്യൽ ആയിരിക്കും. എല്ലാവരുടെയും ഇടയിൽ കസവും കരയും ഒക്കെ ഉള്ളവരുടെ ഇടയിൽ നമ്മളൊരു ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള കേരള സാരി കൊടുക്കുക എന്ന് പറഞ്ഞ അടിപൊളി സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. ഞൊറിഞ്ഞു കൊടുത്താലും സൂപ്പർബായിരിക്കും. ഇതിന്റെയും ബ്ലൗസ് ആ ഒരു കേരള കോട്ടൺ പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ബ്ലൗസിന്റെ കൂടെയും പോവും. ഓറഞ്ച്, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, എന്താ പറയാ, എല്ലാത്തിന്റെ കൂടെ പോകും കേട്ടോ. യെല്ലോ ഒക്കെ വരുന്നുണ്ട് അതിൽ. ഒരു ലെമൺ യെല്ലോ നല്ല ഭംഗിയുള്ള സാരിയാ. റേറ്റ് വരുന്നത് 1350. ലിമിറ്റഡ് പീസാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തീരും. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, ഉടനെ പേയ്മെന്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഇടുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ വരുന്നത്. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലെ പല്ലു വരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഓരോന്നും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പല്ലു പോർഷനാണ് അവർ ഗംഭീരാക്കിയിട്ടുള്ളത് കണ്ടോ. അത് 1 ലെയറിലൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും കണ്ടോ. പല്ലു പോർഷൻ ഇങ്ങനെയാ വരുന്നത്. നല്ല ഭംഗിയുള്ള ലോട്ടസ്, അതൊരു ഇങ്ങനെ തണ്ടും ഇലയും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു ലോട്ടസ് പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു പോർഷൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ആ ഒരു ലോട്ടസ് പിങ്ക്, ബേബി പിങ്കും കൂടെ മിക്സ് ആയിട്ട് അതിന്റെ ഉള്ളിൽ കറക്റ്റ് എത്ര ഭംഗിയായിട്ടാണെന്നറിയോ ഇതേപോലെ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ ബോർഡേഴ്സ് കണ്ടോ. ഇത് ചെസ്റ്റ് പോർഷനിലായിട്ട് ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ ഇതിന്റെ വിത്ത് ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് വരുന്നത്. ഇത് ചെസ്റ്റ് പോർഷനിൽ വരുന്നു. നിങ്ങൾക്ക് ഇത് പിങ്കോ ഗ്രീനോ ബ്ലൗസിന്റെ കൂടെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഫോട്ടോയിലൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ. ഇതേപോലെ വരുന്ന വെഡിങ് ഗസ്റ്റ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് പൂവൊക്കെ സെറ്റ് ചെയ്ത് ഇത് കണ്ടോ. ഈ താഴെ പോർഷൻ ഇതേപോലെ ഇത്തിരി ലെങ്ത്തിലാണ് ആ ഒരു ഹാൻഡ് പെയിന്റിങ് വന്നിട്ടുള്ളത്. തണ്ടും ഇലയും ഫ്ലവറും ഒക്കെ ആയിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ. റേറ്റ് വരുന്നത് 1350, 1350. അടുത്തത് നമ്പർ 5 ആണ്. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നല്ല യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ ഒക്കെ വരുന്ന പല്ലുവാണ്. ഇത് പല്ലുവാണ് കേട്ടോ. പല്ലു ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ കണ്ടോ. ഇതേപോലെ പല്ലു വരുന്നത്. ഇവിടെ ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഹാൻഡ് പെയിന്റഡ് ആണ് കേട്ടോ. ഇങ്ങനെ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബോർഡേഴ്സ് ഇതേപോലെ വരും. ബോഡി പോർഷൻ കണ്ടോ. ആ ഒരു പല്ലുവിൽ കണ്ട യെല്ലോ ആണ്. കണിക്കൊന്നയുടെ കളർ ഉണ്ടല്ലോ, ആ ഒരു സെയിം പാറ്റേൺ ആണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു പീസാണ്. ഇങ്ങനെ വരും. ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ വരും. 1 ലെയറിലായിട്ട് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. പല്ലു വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും അല്ലേ. കറക്റ്റ് വിഷുവിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം. എക്സാക്റ്റ് ഒരു വിഷു സാരി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാ വരുന്നത് കണ്ടോ. ബോഡി ഫുൾ ഈ ഒരു യെല്ലോ പോർഷൻ. ഇങ്ങനെയാണ് കേട്ടോ ബോർഡേഴ്സ് വരുന്നത്. ആ ഒരു പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. അതൊരു നമ്മുടെ കേരള സാരിയുടെ അതേ കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു യെല്ലോ ബ്ലൗസ് ഇടണമെങ്കിൽ ഇടാം കയ്യിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിൽ ഏത് കളർ ഇട്ടാലും കുഴപ്പമില്ല. ഈ കേരള സാരിയുടെ ബ്ലൗസ് ഇട്ടാലും സൂപ്പർബായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1350. ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി സാരി വേണമെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ മിനിമം ഒരു 1 മന്ത് ആവും. അപ്പോഴത്തേനും വിഷു ഒക്കെ കഴിയും. പിന്നെ 1 മന്തിന് ശേഷം മതി എന്നുള്ളവർക്ക്
വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ, പറ്റുമോ എന്നുള്ളത്. അപ്പം അത്രയും ലിമിറ്റഡ് പീസാണ്. ഇനി നമുക്കിത് കൂടുതൽ ഉണ്ടാക്കി എടുക്കാനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം റേറ്റ് എന്താവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എനിക്കൊരു ബെസ്റ്റ് പ്രൈസിന് കിട്ടിയപ്പോൾ നിങ്ങൾക്കും ബെസ്റ്റ് പ്രൈസിന് തരികയാണ് കേട്ടോ. ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി 1350. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അത്രയും റീസ്റ്റോക്കിന് വേണ്ടി എൻക്വയറി വന്ന സാരി ആയിരുന്നു കേട്ടോ ഇത് മാത്രമല്ല, നമ്മൾ വിഷു കളക്ഷനിൽ വന്ന ഫസ്റ്റ് പാർട്ടിലെയും സെക്കൻഡ് പാർട്ടിലത്തെയും ഒക്കെ എല്ലാതും നമുക്ക് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന പീസ് ഇനി ഞാൻ വരുന്നതിനനുസരിച്ച് കാണിക്കാം. ഇപ്പോൾ ദാ ഇത് വന്നിട്ടുണ്ട്. ഇതും ലിമിറ്റഡ് പീസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ എൻക്വയറി ചെയ്തവർക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വന്നതിന് ശേഷം എൻക്വയറി ചെയ്തിട്ടുള്ളവർക്ക് കേട്ടോ. ഇതേപോലെ വരുന്നത് നമ്പർ 6 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇതിന്റെ ആ മെയിൻ അട്രാക്ഷൻ ഇതിന്റെ പല്ലു വിത്ത് ടാസിലാണ്. അത് കൂടാതെ രണ്ട് സൈഡിലും നല്ല ബ്രോഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത്. കണ്ടോ, ഇത്രയും വീതിയിലാണ് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നത്. അപ്പൊ അത് സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല. ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഇവിടെയും വരും, രണ്ട് സൈഡിലും സെയിം ആയിട്ടാണ് ആ ഒരു വിഡ്ത്ത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു. നല്ല സോഫ്റ്റ് കേരള കോട്ടൺ സാരിയാണ് കേട്ടോ. ആ ഒരു കോട്ടൺ ഫീല് കിട്ടുന്ന സാരി തന്നെയാണ്. ഇതിന്റെ ബ്ലൗസിലും ആ ഒരു സെയിം വിഡ്ത്തിൽ തന്നെയാണ് ഗോൾഡൻ ആ ഒരു ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ വെക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിന്റെ സെയിം ബ്ലൗസും നല്ല ഒരു പാലക്കോ നാഗപ്പടോ കാശുമാലയോ അങ്ങനത്തെയൊക്കെ ട്രഡീഷണൽ ഓർണമെന്റ്സ് കളർഫുൾ ആയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഏത് കളർ ബ്ലൗസും ബ്രൊക്കേഡോ ഡിസൈനർ ബ്ലൗസോ ഏത് ഗ്രീനോ ബ്ലൂവോ യെല്ലോ ഓറഞ്ച് ഏത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനിയിപ്പോൾ വീണ്ടും ഇനി ഇത് റീസ്റ്റോക്ക് വരുമോന്നൊന്നും അറിയില്ല. ഇപ്പൊ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. റേറ്റ് വരുന്നത് 1325, 1325 കേട്ടോ. കണ്ടോ, ഇങ്ങനെയാ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് സാരി നമ്പർ 7 ആണ്. നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഈ കണിക്കൊന്ന ഡിസൈൻ ആരെങ്കിലും ഒക്കെ എൻക്വയറി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാ ഇതേപോലെ ഇത് ടിഷ്യൂല് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ്. കണിക്കൊന്ന പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആയിട്ട്. ബോഡിയിൽ ഫുൾ ഇതേപോലെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ബോഡിയിൽ ഫുൾ ആ ഒരു കണിക്കൊന്നയുടെ ഫ്ലോറൽ പാറ്റേൺ, യെല്ലോ കളർ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ടോ, ഇതേപോലെ കേട്ടോ. പിന്നെ ബോർഡേഴ്സിൽ ഇങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ വരിക. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോയോ ഗ്രീനോ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താൽ സൂപ്പർബായിരിക്കും. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ടിഷ്യൂ. അതിൽ ഇതേപോലത്തെ എംബ്രോയിഡറി ആണ് വരുന്നത്. കണിക്കൊന്നയും ലീവ്സ് ഒക്കെ ആയിട്ടുള്ള എംബ്രോയിഡറി. ബോഡിയിൽ ഫുൾ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. റേറ്റ് വരുന്നത് 1255 ആണ്, 1255 ആണ് കേട്ടോ. അടുത്തത് നല്ല സൂപ്പർബായിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറിയും നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്ത സംഭവമാണ്. ഒരു പ്രീമിയം കേരള സാരിയാണ്. അത് നല്ലൊരു ഗോൾഡൻ ഇതാണ്. സാധാരണ ഒരു മഞ്ഞ ഗോൾഡ് അല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ സ്വർണത്തിന്റെ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് ഗോൾഡ്. ഫുൾ ബോഡി ഇതേപോലെ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ടിഷ്യൂ ആണ് കേട്ടോ. നമുക്ക് ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പല്ലൂല് ഇതേപോലെ നല്ല ഗോൾഡ് ഇത് വരുന്നുണ്ട്, കസവ് വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഇതെല്ലാം എംബ്രോയിഡറി ആണ്. നല്ലൊരു എന്താ പറയുക, ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു റെഡിഷ് പിങ്ക് എന്നോ എന്താ പറയാന്നറിയില്ല. നല്ല ഭംഗിയാണ്. പിന്നെ ബോഡി ഫുൾ ആ ഒരു മിറർ വർക്കാണ് വരുന്നത്. ഫോയിൽ മിറേഴ്സ് ആണ്. ബോഡി ഫുൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതിന് ചുറ്റും കണ്ടോ ഇതേപോലത്തെ ഒരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യത്തില് റീസ്റ്റോക്കിന് കുറേ പേര് ചോദിച്ചത് ഇതാണ്. അപ്പൊ നമ്മൾ കിട്ടിയ പീസസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആണ് കേട്ടോ. ഇങ്ങനെയാ വരുന്നത്. ബോഡി ഫുൾ ഇങ്ങനെയാ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാവരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വേണം എന്നൊക്കെ ഉള്ളവർക്ക്
പറ്റിയൊരു സംഭവമാണ്. ഇതിന്റെ പല്ലു ഉണ്ടോ ഇതേപോലെ വള്ളേറിലിട്ട സൂപ്പർബായിരിക്കും. ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്, ഇതേപോലെ വരിക. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആ ബ്ലൗസും ഇടാം, അല്ലാതെ ഡിസൈനർ ബ്ലൗസ് പീസ് ഒക്കെ ഇട്ട അടിപൊളിയാണ്. വെഡിങ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ കളർ ബ്ലൗസ് ഡിസൈനർ വെയർ ബ്ലൗസോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ സിൽക്ക് ബ്ലൗസ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അതിന്റെ പല്ലു ആ ഒരു ബോഡിയിലത്തെ വർക്ക് എത്രത്തോളം അതിന്റെ ഭംഗി കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത്. റേറ്റ് വരുന്നത് 1875 ആണ്, 1875 ആണ് കേട്ടോ. അതൊരു പ്രീമിയം കേരള സാരിയാണ്. ഇനി നമുക്ക് അടുത്ത സാരി. അടുത്തത് നമ്പർ 9 ആണ്. നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. നല്ല ടിഷ്യൂ സാരിയാണ്. അതിൽ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട്. ബോഡി ഫുൾ ഇങ്ങനെയാണ്. ഇനി ഇതിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കണ്ടോ. ഒക്കെ ആ ഒരു മിറർ വർക്കാണ് വന്നിട്ടുള്ളത്. ചുറ്റും ആ ഒരു പല്ലൂല് വരുന്ന സെയിം കളറാണ് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലു പോർഷനാണ് കേട്ടോ ഇത്. ഇതിന് ഈ ഒരു കളർ ബ്ലൗസ് എല്ലാത്തിൻ്റെയും പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. ഇതിന് ഈ പല്ലൂലുള്ള കളർ ആ ഒരു ബോഡിയിലെ മിറർ വർക്കിലൊക്കെ വരുന്ന ആ ഒരു കളർ ബ്ലൗസ് വെയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർബായിരിക്കും. ഇതിന് ഗ്രീനും ഇടാം വയലറ്റും ഇടാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ വർക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1875 ആണ്, 1875 ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട്, അത് കാണാം. അടുത്തത് നമ്പർ 10 ആണ്. ഇതിന്റെ ആ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫറെന്റ് ആണ്. ഒരു വാട്ടർ ഗോൾഡ് പാറ്റേണിലാണ് ആ ഒരു ടിഷ്യൂ വന്നിട്ടുള്ളത്, ബോർഡറും വന്നിട്ടുള്ളത്. നല്ലൊരു റെഡ് ആണ്, നല്ലൊരു റെഡിഷ് മെറൂൺ എന്ന് പറയാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആണ് കേട്ടോ. ഗ്രീൻ ലീവ്സ് ആയിട്ടാണ് എംബ്രോയിഡറി. ബോഡിയിൽ ഫുൾ ഇതേപോലെ വരുന്നത് കണ്ടോ. ഇങ്ങനത്തെ മിറർ വർക്ക് വിത്ത് എംബ്രോയിഡറി ആയിട്ടാണ് വരുന്നത് കേട്ടോ. കൊടുത്തു വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഈ കളർ എന്തായാലും എല്ലാവരുടെ കയ്യിലും റെഡും ഗ്രീനൊക്കെ ബ്ലൗസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ സൂപ്പർബായിരിക്കും. അതിന് ആപ്റ്റ് ആയിട്ടുള്ള നല്ല ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി. ഇത്തിരി ഒരു ട്രഡീഷണലും അതേസമയം മോഡേൺ ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്പർ 10 ആണ്. എല്ലാ സാരീസും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക, എങ്കിലേ അവൈലബിലിറ്റി പറയാൻ പറ്റുള്ളൂ കേട്ടോ. റേറ്റ് സെയിം ആണ്, 1875, 1875 ആണ്. ഇത് നമ്പർ 11 ആണ്. നേരത്തെ കണ്ടത് നമ്മളൊരു വാട്ടർ ഗോൾഡ് ആ ഒരു സംഭവമാണ് ബോഡിയിലും ഈ ഒരു കസവിലൊക്കെ കണ്ടത്. ഇത് നല്ല ഗോൾഡ് കേട്ടോ. നല്ല ഭംഗിയാണ്. കുഞ്ഞു കുഞ്ഞു വ്യത്യാസത്തിലാണ് പല പീസസും വന്നിട്ടുള്ളത്. ഇതും കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഇതാണ് വന്നിട്ടുള്ളത്. നല്ലൊരു റെഡ് ആണ് വിത്ത് ഗ്രീൻ ആണ്. നമ്പർ 11 ആണ്. ബോഡി വന്നിട്ടുള്ളത് ഇതേപോലെ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. പ്രീമിയം കേരള സാരീസ് ആണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അടുത്തത് സാരി നമ്പർ 12 ആണ്. ഇതേപോലെ ഇതും ആ ഒരു വാട്ടർ ഗോൾഡ് കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. ബോഡി അതെ ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ. നല്ലൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ് വരുന്നത്. ബോഡിയിലും ആ ഒരു ഓറഞ്ച് മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കണ്ടോ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീനോ ഓറഞ്ചോ ബ്ലൗസ് ഇട്ടാൽ അടിപൊളിയായിരിക്കും. ബ്രൊക്കേഡ് ബ്ലൗസോ അതല്ലെങ്കിൽ സിൽക്ക് ബ്ലൗസോ ഒക്കെ ഡിസൈനർ വെയർ ബ്ലൗസോ ഒക്കെ ഇട്ടാൽ സൂപ്പർബായിരിക്കും കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല ഒതുങ്ങി ഭംഗിക്ക് നമുക്ക് സാരി പോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് സിൽക്ക് സാരി പോലെ. റേറ്റ് വരുന്നത് സെയിം ആണ്. ഈ കാറ്റഗറി ഒക്കെ സെയിം റേഞ്ച് ആണ് കേട്ടോ. അടുത്തത് നമ്പർ 13 ആണ്. ഇതും നല്ല ഭംഗിയുള്ള ഗോൾഡൻ ടിഷ്യൂ കേരള സാരിയാണ്. അതിൽ ഒരു എന്താ പറയുക ഒരു പിങ്ക് ടോണാന്ന് തോന്നുന്നു. പിങ്കും റെഡും കൂടെ പോലത്തെ ഒരു ടോൺ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. കളേഴ്സും ആ ഒരു വർക്കൊക്കെ വരുമ്പോൾ ഇതേപോലെ കേട്ടോ. അപ്പോൾ ഈ അടുത്താണ് നമുക്ക് ഇതിന് കൂടുതൽ എൻക്വയറി. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. വിഷു ആയപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് കുറേ പേര്, പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളവരും കുറേ പേര് ഇതിനെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരി. റേറ്റ് സെയിം ആണ്. അടുത്തത് നമ്പർ 14 ആണ്. ഇതും ആ ഒരു വാട്ടർ ഗോൾഡ് സെറിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ ആ ഒരു ബോർഡേഴ്സിന്റെ ഭംഗി ഒരു രക്ഷയില്ല. ഇതേപോലെയാണ് കേട്ടോ. ഇതിൽ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കണ്ടോ. ഇതിൽ ഏത് കളർ ബ്ലൗസിന്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. ബോഡിയിൽ വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ. ആ ഒരു മിറർ വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഉടുത്ത് വരുമ്പോൾ
കേട്ടോ. ഇതാണ് പല്ലു പോർഷൻ വരിക. ഇത് 1 ലെയറിലിട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും. ഈ പല്ലു കാണുമ്പോഴാണ് സൂപ്പർ കേട്ടോ. ഇതിന്റെ ബോഡിയിലും ആ ഒരു ഫുൾ മിറർ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒട്ടും പ്ലെയിൻ ആയിട്ട് തോന്നില്ല. കണ്ടോ, ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതൊരു വെറൈറ്റിയാണ്. ഇതേപോലെ കൂട്ടത്തിൽ നമുക്കൊന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ പറ്റിയ സംഭവമാണ്. ഓഫീസിലും സ്പെഷ്യൽ ഒക്കേഷനും വെഡിങ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴോ വിഷുവിനോ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയ സംഭവമാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 15 ആണ്. ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ വട്ടം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരുപാട് എൻക്വയറി ഇതിനിടയ്ക്കും ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. തിരുവാതിരയ്ക്കും പിന്നെ പൊങ്കാലയ്ക്കും ഒക്കെ ആയിട്ട് ഈ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം നല്ല ഗോൾഡൻ ടിഷ്യൂ സെറ്റ് സാരിയാണ്. ഇവിടെ ഇങ്ങനെ ചെക്ക് പാറ്റേൺ, ലോവർ ബോർഡർ ഇത്തിരി വീതിയിലുള്ള ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു ചെക്ക് ഡോട്ട് അതൊന്നും ലൈനൊന്നും ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. അടിപൊളി സംഭവമാണ്. പല്ലു ഇങ്ങനെ വരിക കേട്ടോ. വിത്ത് ഇതേപോലത്തെ ടാസിലാണ്. ഇത് പക്ഷെ വളരെ കുറച്ച് പീസസ് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് പേര് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. റേറ്റ് വരുന്നത് 1450, 1450. ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവ്സിലും കണ്ടോ, ഇതിലൊരു പേപ്പർ ഉണ്ട് കേട്ടോ. ബ്ലൗസിന്റെ സ്ലീവ്സിൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇതും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. അല്ലെങ്കിൽ ഈ ഡാർക്ക് മെറൂൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ആ കളർ ബ്ലൗസിന്റെ കൂടിയാണെങ്കിലും പെയർ ചെയ്യാം. സൂപ്പർ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. വളരെ ലിമിറ്റഡ് പീസാണ്. 1450. അടുത്തത് നമ്പർ 16 ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ചെക്കാണ് കണ്ടോ. ഇതേപോലെ പല്ലു വരുന്നത് ഗ്രീൻ വിത്ത് ഗോൾഡൻ ആണ്. ഇത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ആണ്. അതേപോലെ ബോഡിയിൽ വരുന്ന ആ ഒരു ഗോൾഡൻ ചെക്സും ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതും കോട്ടൺ ആണ്. പക്ഷെ ആ ഒരു കോട്ടൺ ഫീലിനേക്കാൾ കൂടുതൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഉണ്ടല്ലോ, സ്റ്റാർച്ച് ഒന്നും ഇല്ലാത്ത ടൈപ്പ്, ആ ഒരു സംഭവമാണ്. ബോർഡേഴ്സ് ഇങ്ങനെ വരുന്നത് കേട്ടോ. നമ്പർ 16 ആണ്. സെറ്റ് സാരീസ് ആണ് എല്ലാതും. ബോഡിയിലൊക്കെ ഇങ്ങനെ കേട്ടോ. ഇത് പേപ്പറാണ്. ബ്ലൗസും ഇതേപോലെ റണ്ണിങ് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ, കരിപ്പച്ച ബ്ലാക്കിഷ് ഗ്രീൻ എന്നൊക്കെ പറയുക, ആ ഒരു ഗ്രീനാണ്. റേറ്റ് വരുന്നത് 1060 ആണ്. 1060 ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 16 ആണ്. അടുത്തത് നമ്പർ 17 ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇതാ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, നമ്പർ 17 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ബോഡിയിൽ ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല കോട്ടൺ ഫീല് തരുന്ന ഒരു സാരിയാണ്. ഇതേപോലെ ബോർഡേഴ്സ് വരും. ഇതാണ് പല്ലു വരുന്നത് കേട്ടോ. ഇനി ഞാൻ അധികം ഓപ്പൺ ആക്കുന്നില്ല. ഇതും സെയിം റേറ്റ് ആണ്. 1060 ആണ്. എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് ആണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. ഇതിന് ഈ ഒരു മെറൂണോ ഗ്രീനോ ഏത് ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുൾ ആയി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിന്റെ പ്രത്യേകത എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.